ഹലോ ഗൈസ്, അങ്ങനെ രേണു സുധി പുറത്തേക്ക് പോയിരിക്കുന്ന കറക്റ്റായിട്ടുള്ള എവിഡൻസാണ് ഞാൻ പറയുന്നത്. രേണു സുധി സ്വയം പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇനി ഈ ബിഗ് ബോസ് ഹൗസിൽ തനിക്ക് താല്പര്യമില്ല, തനിക്ക് തൻ്റെ വീട്ടിൽ പോകണം. കുറേ ദിവസമായിട്ട് രേണു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, രേണു പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ രേണു സുധിനെ പുറത്താക്കിയിരിക്കുകയാണ്. രേണു സുധിക്ക് മക്കളെ കാണണം, താല്പര്യമില്ല, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അറിയാമല്ലോ, തലയിൽ പേനും പിടിച്ച് അവർ കൊടുത്ത മരുന്നുകളൊന്നും ഏറ്റു കാണത്തില്ല. തലയിൽ പേനും പിടിച്ച് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മണ്ണും പഞ്ചസാരയും അരിയും ഒക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്ന കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും രേണു സുധി പുറത്തേക്ക് പോയിക്കായിരുന്നു. നിങ്ങൾ ഈ വിഷ്വൽസ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. ആ റൗണ്ടിലിരിക്കുന്ന നമ്മുടെ ലിവിങ് റൂമിൽ രേണു സുധി ഇല്ല. അപ്പം രേണു സുധി പുറത്തേക്ക് പോയി എന്നുള്ളതിൻ്റെ 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വേട്ടക്കാരൻ ആരെയാണ് കൊണ്ടുപോയത്? നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വേട്ടക്കാരൻ കൊണ്ടുപോയിരിക്കുന്നത്, കയ്യിൽ പിടിച്ചിരിക്കുന്നത് ആരെയാണ്? ബിന്നിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ബിന്നിയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി വിട്ടൊന്നും നമുക്കറിയില്ല. എന്തായാലും ബിന്നിയാണ് വേട്ടക്കാരൻ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒനിയലിനെയാണ് വേട്ടക്കാരൻ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരെയും നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ ഒരു വിഷ്വൽസിൽ കാണാൻ പറ്റും. ആരെയൊക്കെയാണ്? ബിന്നിയെ, അതുപോലെ തന്നെ ഒനിയൽ സാബുവിനെ. അപ്പോൾ ഈ 2 പേരെയാണ് വേട്ടക്കാരൻ കൊണ്ടുപോയിരിക്കുന്നതായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പം വേട്ടക്കാരനും പുലിയും എന്നുള്ള രീതിയിലാണ് ഈ ആഴ്ചത്തെ എവിക്ഷൻ നടന്നിരിക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണുന്നത്. അപ്പോൾ പ്രൊമോ അനുസരിച്ചാണെങ്കിൽ രേണു സുധി ഓൾറെഡി പുറത്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പുലിക്കളി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേണു സുധി ആ ഒരു ലിവിങ് ഏരിയയിലില്ല. ബാക്കി 18 പേരും പുറത്തായ 2 പേരുണ്ടല്ലോ, ലാലേട്ടനെ ഈ 2 ആഴ്ച കാണാൻ കഴിയാത്ത ഷാനവാസും റെന ഫാത്തിമയും, അവർ 2 പേരും കഴിഞ്ഞാൽ ബാക്കി 20 പേരും മാത്രമേ ഉള്ളൂ. അവരിൽ നിന്നാണ് എവിക്ഷൻ വന്നിരിക്കുന്നത്. അതിൽ ശൈത്യ എവിക്ഷനിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒനിയൽ സാബുവും അതുപോലെ തന്നെ ബിന്നിയുടെയും കയ്യിൽ വേട്ടക്കാരൻ പിടിച്ചതായിട്ടാണ് ഈ വിഷ്വൽസ് നമ്മളെ കാണിക്കുന്നത്. അപ്പം അവർ 2 പേരും പുറത്ത് പോയിട്ടുണ്ടോ എന്നറിയില്ല. അപ്പാനി ശരത്തിനെ വേട്ടക്കാരൻ ഇതിനകത്ത് പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ വിഷ്വൽസ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പാനി ശരത്തിനെ വേട്ടക്കാരൻ കയ്യിൽ പിടിച്ചിട്ടില്ല. കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്ന ആളാണ് എവിക്റ്റഡ് ആവുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വിഷ്വൽസ് കണ്ടാൽ അറിയാം. ബിന്നിയാണ് പിടിച്ചിരിക്കുന്നത്. ബിന്നി നൂറായും 2 ലേഡീസ് മാത്രമേ, 2 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ബിന്നിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ബിന്നി ആവാനാണ് സാധ്യത എന്നുള്ളതാണ്. പക്ഷേ ഇനി അത് വെറുതെ പിടിച്ചിട്ട് വിട്ടതാണോ എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കണ്ടാലേ അറിയാൻ പറ്റും. എന്തായാലും രേണു സുധി 100% പുറത്തേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണു സുധി പുറത്തേക്ക് പോയി. രേണു സുധി നിൽക്കാൻ താല്പര്യമില്ല. കാരണം രേണു സുധിയെ പോലുള്ള ഒരാൾക്ക് പറ്റിയതല്ല ബി. കാരണം രേണു സുധി എന്നല്ല, അവിടെ ഒരുവിധമുള്ള ഒരാൾക്കാർക്കും ആ ബിഗ് ബോസ് ഷോ എന്താണെന്ന് അറിയാതെയാണ് ചെന്നിരിക്കുന്നത്. അവരെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു. അവർ ആർട്ടിഫിഷ്യലായിട്ട് കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കൃത്രിമമായിട്ട് കണ്ടൻറ് ക്ഷാമം പോലെ കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ബിയിൽ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെന്തിനാണ് ഇങ്ങനെ കണ്ടൻറ് സ്വയം ഉണ്ടാക്കാൻ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിത് കുറേ ദിവസമായിട്ട് പറയുന്നു. എന്തിനാണ് നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കാൻ നടക്കുന്നത്? നിങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ വെറുതെ, നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് പാട്ട് പാടും, നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് സമയമുണ്ട് ഡാൻസ് കളിക്കും, പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ളൊരു ജീവിതചര്യ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് ഈ റിയാലിറ്റി ഷോ. അല്ലാണ്ട് ആർട്ടിഫിഷ്യലായിട്ട് കണ്ടൻറ് ഉണ്ടാക്കുക. പിന്നെ അനുമോള് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ കാശ് വാങ്ങിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബി കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അവനവനുള്ള കഴിവുകൾ അല്ല അവനവനുള്ള കാര്യങ്ങൾ അവനവൻ ദിവസേന ഡെയിലി ലൈഫിൽ അവനവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ മതി. അതാണ് കറക്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ റെന ഫാത്തിമയും നമ്മുടെ ബിന്നിയും കൂടി ചേർന്നൊരു കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അടി ഉണ്ടാക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കലും മാത്രമാണ് ബി എന്നുള്ളത്. അതാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സ്വയമായിട്ട് വഴക്കുണ്ടാക്കുക, അതുപോലെ തന്നെ സ്വയമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുക, ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. അല്ലാണ്ട് സ്വന്തമായിട്ടുള്ളൊരു ജീവിതം, നമ്മൾ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി, നമ്മുടെ ലൈഫ്, നമ്മുടെ റിയലായിട്ടുള്ള ലൈഫ്, അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നു, എങ്ങനെ അതിനെ സർവൈവ് ചെയ്യുന്നു, ഇമോഷൻസ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ബി കൊടുക്കുന്ന ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സില്ല, ആ ഡ്രസ്സുകളിൽ